അങ്ങനെ 2025 കഴിഞ്ഞ്. എനിക്ക് ഇത്രയ്ക്ക് നല്ല വർഷമൊന്നും അല്ലായിരുന്നു 2025. എന്നാലും കുഴപ്പമില്ലായിരുന്നു. സന്തോഷങ്ങളും കിട്ടിയിട്ടുണ്ട്, അതിലുപരി സങ്കടങ്ങളും തന്നിട്ടുള്ളൊരു വർഷമായിരുന്നു 2025. ഇത്തിരി ആൾക്കാരെ നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റി. നമ്മൾക്ക് സ്നേഹത്തോടെ നിന്നിട്ട് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ പറയുന്നതും നമ്മളെ ഇഷ്ടമല്ലാണ്ട് നമ്മുടെ അടുത്ത് ഇഷ്ടമുള്ളതുപോലെ പെരുമാറുന്നതുമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നല്ല രീതിക്ക് മനസ്സിലാക്കാനും പറ്റി. അതിനൊക്കെ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സങ്കടങ്ങൾ കേൾക്കാനും എന്നെ ആശ്വസിപ്പിക്കാനും കുറേ ആൾക്കാർ എൻ്റെ ലൈഫിലുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സമാധാനവും എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയതുകൊണ്ട് 2026 നല്ല അടിപൊളിയായിട്ട് ജീവിച്ചും എല്ലാവരെയും കാണിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അത് നടക്കട്ടെ. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസ് കാണുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ 2026 നല്ലൊരു വർഷമാവട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ടൈമിൽ കുറച്ചായിട്ട് വീഡിയോസൊന്നും ഇടായിരുന്നപ്പോഴത്തേക്ക് എന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇനി തൊട്ട് വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം. എനിക്ക് സാഹചര്യം മൂലം എനിക്ക് ഇടാൻ സാധിച്ചില്ല. ഇനി ഇൻഷാ അല്ലാഹ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഇതിന് മുമ്പേ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ.